ഹായ് ഓൾ, ഞാൻ 2 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ സബ്സ്ക്രിപ്ഷനിലൂടെ എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ പാർട്ട് 2 അപ്പം പാർട്ട് 1 കാണാത്തവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. ഈ ലോങ് വീഡിയോയുടെ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ലോങ് വീഡിയോ തന്നെയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫുൾ ആയിട്ടൊന്ന് മനസ്സിലാവും. സബ്സ്ക്രിപ്ഷനിലൂടെ എങ്ങനെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ട് മനസ്സിലാണെങ്കിൽ നിങ്ങൾ 1-ാം ഭാഗം കൂടി കാണുക. അപ്പോൾ ഞാൻ അന്ന് ഈ സബ്സ്ക്രിപ്ഷനിലെ കാര്യങ്ങൾ എങ്ങനെ നമ്മൾ സെറ്റപ്പ് ചെയ്യണം, നമുക്ക് അതിൽ നമ്മൾ വെറുതെ ചുമ്മാ അവിടെ ഒരു ടൂൾ ഉണ്ടായിട്ട് കാര്യമില്ല. അതിൽ പല കാര്യങ്ങളും നമുക്ക് സെറ്റപ്പ് ചെയ്യാനുണ്ട്. നമുക്ക് ഇവിടെ പോയിട്ട് പല കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ പ്രൈസ്, അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ്, ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാൻ, സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് നമ്മൾ ഈ സബ്സ്ക്രിപ്ഷന്റെ ഈ ലിങ്ക് എങ്ങനെ എത്തിക്കുക എന്നതിനെ കുറിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ നിലവിൽ നമ്മൾ അവിടെ ഓൾറെഡി ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ കാണാത്തവർ, അതറിയാത്തവർ നിങ്ങൾ ആദ്യം ഈ ഒരു വീഡിയോ കാണട്ടോ. അതിനുശേഷമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണേണ്ടത്. നമുക്ക് ഫുള്ള് സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ വ്യൂ സൈൻ അപ്പ് പേജ്, അതായത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്, അത് ഈ ലെവലിലേക്കായിരിക്കും എത്തല്. നമ്മുടെ ഫോട്ടോ ഉണ്ടാവും, നമ്മൾ കൊടുക്കുന്ന ബെനിഫിറ്റ് ഇവിടെ ഉണ്ടാവും, ഇവിടെ അതുപോലെ തന്നെ താഴെ. പിന്നെ ഈ ഒരു ബെനിഫിറ്റ് ഫേസ്ബുക്ക് തന്നെ എല്ലാവർക്കും കൊടുക്കുന്നത് തന്നെയാണ്, ബാഡ്ജ്, അത് ഓരോരോ മാസത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും മറ്റുള്ളവർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തതിന് മുമ്പായിട്ട് അവർ നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലിങ്ക് നമ്മൾ പുറത്തേക്ക് എങ്ങനെ എത്തിക്കുക, അത് നമുക്ക് 2-3 മാർഗമായിട്ട് നമുക്ക് ചെയ്യാനുള്ള മാർഗമുണ്ട്. ഒന്നാമത് നമ്മൾ റീൽ അപ്ലോഡ് ചെയ്തിട്ട് ആ റീലിന്റെ കൂടെ നമ്മൾക്ക് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. തുടക്കത്തിൽ തന്നെ നമുക്ക് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് ആയിരിക്കും അവർ കാണുന്നത്. നമ്മളുടെ റീല് ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമന്റ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മളുടെ ഈ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ലിങ്ക് ആയിരിക്കും അവർക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ലിങ്ക് നമ്മൾ എങ്ങനെയാണ് ഈ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്യുന്നത്, അതായത് നമ്മൾ റീൽ അപ്ലോഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ലൈവിൽ പോകുമ്പോഴും ഈ ലിങ്ക് പിന്നായിട്ട് കമന്റ് സെക്ഷനിലെ മുകളിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത്, നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നീട് കമന്റ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഈ പിന്നീട് കമന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുകളിൽ തന്നെ കാണാൻ സാധിക്കും പിന്നീട് കമന്റ് റൈറ്റ് സൈഡിലൊരു ടിക്ക് മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ ബ്ലൂ ടിക്ക് ഇത് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അവിടെ ഓൺ ചെയ്ത് കൊടുക്കുക. അതിന്റെ താഴെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് വായിച്ചു നോക്കാം. നമ്മളുടെ റീലായാലും നമ്മുടെ ലൈവ് ആയാലും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ കമന്റ് സെക്ഷനിൽ പിന്നായിട്ട് മുകളിൽ തന്നെ നമുക്ക് ഈ ലിങ്ക് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ലിങ്ക് മറ്റുള്ളവരുടെയൊക്കെ മുന്നിൽ കാണുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലായിരിക്കും ആ ഓപ്ഷൻ ഓൺ ആവുന്നത്. പിന്നെ നമ്മൾ ആ പിൻ ചെയ്യുന്ന ലിങ്ക് ഉണ്ടല്ലോ, ലിങ്കിന്റെ കൂടെ തന്നെ കുറച്ച് മാറ്റർ എന്തെങ്കിലും മെസ്സേജ് ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതും വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഈ എൻ്റെ പേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ പ്രൊഫൈൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അതാണ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കാം. ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് നമ്മൾ ഒരു റീൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനത് ഓൺ ചെയ്തല്ലേ, ഇനിയിപ്പോൾ ഞാൻ ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. റീലിൻ്റെ സെക്ഷനിൽ പോയി ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത്, ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് നെക്സ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ ഡമ്മിയായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഷെയർ നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോക്കാം, നമുക്കവിടെ ആ റീലിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള സബ്സ്ക്രൈബിൻ്റെ ലിങ്ക് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ വേറെ പ്രൊഫൈൽ കയറിയിട്ടാണെന്നുള്ളത്, വേറെ പ്രൊഫൈലിന് എൻ്റെ പ്രൊഫൈൽ സെർച്ച് ചെയ്തിട്ട് ഞാൻ നോക്കുകയാണ്. അപ്പം അതിൻ്റെ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത റീല് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ റീലിന് നമ്മൾ ഈ കമൻറ്റ് സെക്ഷനിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ആ സബ്സ്ക്രൈബിൻ്റെ ലിങ്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ള മാറ്റർ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മളുടെ പ്രൊഫൈലിലേക്ക് പോകുന്നതായിരിക്കും. കണ്ടാ, ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമുക്ക് ഇങ്ങനെ ആയിരിക്കും, പുറത്തുള്ളവർക്ക് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. എന്നിട്ട് ഇവർ ഈ ഒരു സബ്സ്ക്രൈബിൻ്റെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർ ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ പിന്നെ ഫോൺ പേയിലോ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇവിടെ ഫോൺ പേ കണ്ടാ. അപ്പോൾ ഇങ്ങനെയാണ് മറ്റുള്ളവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ ലിങ്ക് നമ്മൾ അവിടെ ആഡ് പിൻ ചെയ്ത് കൊടുക്കണം, എന്നല്ലാതെ മറ്റുള്ളവർക്ക് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. പിന്നീട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രൊമോഷണൽ ലിങ്ക്. അതായത് നമ്മൾക്ക് ആ സബ്സ്ക്രൈബിന്റെ ആ ലിങ്ക് നമുക്ക് ഇവിടെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും.
കോപ്പി ചെയ്തിട്ട് നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിലോ ആർക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രകാരം അവർ നമ്മളുടെ ലിങ്കിൽ കയറിയിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ ഈ പ്രൊഫൈലിൽ എൻ്റെ ഈ വാട്സപ്പിൽ ഈ നമ്പറിൽ കയറി ഞാൻ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഷെയർ ചെയ്ത് കൊടുത്ത്. ഓക്കെ, ഇത് ആ വാട്സപ്പിൽ നമുക്ക് അത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആ വാട്സപ്പിൽ അവർ നോക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫേസ്ബുക്കിലേക്ക് പോകുന്നതായിരിക്കും. ഫേസ്ബുക്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഓപ്ഷനിലേക്ക് എത്തുന്നതായിരിക്കും. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന റീലിൽ നമുക്ക് പിന്നെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടും വെക്കാം. 2 ഓപ്ഷനായി. ഇനി നമ്മൾ മൂന്നാമത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റീല് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബിന്റെ ഈ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓണിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന തരത്തിലുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ ലിങ്ക് ഓൾറെഡി നമ്മൾ പിന്നെ കമന്റ് സെക്ഷനിൽ ആഡ് ആവുന്നതായിരിക്കും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു വീഡിയോ റീല് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ സാധിക്കും. പിന്നെ നാലാമത് നമുക്കിവിടെ ഈ മുകൾ ഭാഗത്ത് ഈ എഡിറ്റ് സൈൻ അപ്പ് എന്നുള്ള ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വ്യൂ സൈൻ അപ്പ് പേജ് എന്നുള്ള ഈ താഴെയുള്ള ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. അതായത് പുറത്തുള്ളവർ കാണുന്നത് എങ്ങനെയാണ് അതിങ്ങനെ ആയിരിക്കും. നമ്മൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ സാധാ ഫേസ്ബുക്കിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്ന പോലെ പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ നേരത്തെ ഇതിന്റെ കോപ്പി, അതായത് ഇതിന്റെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾ അവിടെ കണ്ടിരുന്നല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ പ്രൊമോഷൻ ലിങ്ക് ഇവിടെ കോപ്പി ചെയ്യുക. ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന്റെ മുകൾ ഭാഗത്ത് ക്യാപ്ഷൻ എല്ലാ ഭാഗത്ത് നിങ്ങളിത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ മുകളിൽ നിങ്ങൾക്ക് ക്യാപ്ഷൻ വെച്ച് കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക. ഇത് നമ്മുടെ സബ്സ്ക്രൈബിന്റെ ലിങ്കാണ്, സബ്സ്ക്രിപ്ഷന്റെ ലിങ്കാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് താഴെ ലിങ്ക് ചെയ്ത് കൊടുക്കുക, ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 4 തരത്തിൽ നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ സാധിക്കുന്നതായിരിക്കും. ഒരു 20-30 ആൾക്കാരെങ്കിലും വന്നാലായല്ല, ഒരു 200 രൂപ വെച്ചിട്ട് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ 3,000 ആവുന്നതാണ്. ഒരുപാടെണ്ണം ആവണമെന്നില്ല, 100-200 ആവണമെന്നില്ല. ഇത് 20-30 ആൾക്കാർ വന്നാലും നല്ല രീതിയിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഒന്ന് മാത്രം ചെയ്യണം. നിങ്ങൾ ആരാണോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അവർക്ക് നിങ്ങൾ നല്ല രീതിയിൽ അവർക്ക് വേണ്ടുന്ന ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവരും ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ കാത്തിരിക്കേണ്ട. ഇങ്ങനെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. നിലവിൽ ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.